കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുണ്ടിയരുമ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ KSESL സ്ഥാപക ദിനാചരണം നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. തോവാളപ്പടിയിലെ യൂണിറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. KSESL സ്ഥാപക പ്രവർത്തകനായിരുന്ന നായക് S. സെബാസ്റ്റ്യന്റെ ചരമദിനമായ ഏപ്രിൽ 19 സ്ഥാപക ദിനമായി ആചരിക്കുന്നത്. സ്ഥാപക നേതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മുണ്ടിയരുമ യൂണിറ്റ് പ്രസിഡന്റ് N. സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം സംഘടന ജില്ലാ ട്രഷറർ A. ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപക ദിനമായ ഏപ്രിൽ 19 സെബാസ്റ്റ്യൻ സാറിന്റെ നേതാവ് സെബാസ്റ്റ്യൻ സാറിന്റെ ഓർമ്മ ദിനമായി ആചരിക്കുന്ന ഈ സുദിനമാണ് ഇന്ന്. സംഘടനയ്ക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത സെബാസ്റ്റ്യനെ സ്മരിക്കുന്നതോടൊപ്പം സംഘടനയ്ക്ക് പ്രചോദനമായ, കാരണം 1965 1974 വരെ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം ചെറിയ യൂണിയനായി പ്രവർത്തിക്കുകയും പിന്നീട് സംസ്ഥാന തലത്തിൽ പ്രവർത്തനം എത്തിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് സെബാസ്റ്റ്യൻ സാർ. അദ്ദേഹം കോട്ടയത്ത് പുതുപ്പള്ളിയിൽ ജനിക്കുകയും 1907 ജനിക്കുകയും 1965 ആർമിയിൽ ASC കോറിൽ ഡ്രൈവറായി ജോലി ചെയ്യും. 1942 തിരിച്ചു വരും. 22 വർഷത്തെ സേവനത്തിന് ശേഷം 65 തിരിച്ചു വരികയും ചെയ്തു. കട്ട് ചെയ്തെടുത്തോളാം. 65 തിരിച്ചു വരികയും 65 വന്ന കാലം മുതൽ ജീവിതോപാധിയായി ലോട്ടറി വിൽപ്പന നടത്തുകയും അതിനോടൊപ്പം സുഹൃത്തുക്കളെയും കണ്ടു പരിചയമുള്ളവരെയും ആർമി സംഘടനയിലേക്ക് ക്ഷണിച്ച് യൂണിയൻ ഉണ്ടാക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ സാർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി 74 സംസ്ഥാന അംഗീകാരം സംഘടനയ്ക്ക് ലഭിക്കുന്നത്. ഇന്ന് ഈ സംഘടനയിൽ നിരവധി ഇടുക്കി ജില്ലയിൽ മാത്രം 1200 ആളുകൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ മൊത്തത്തോ പറയുകയാണെങ്കിൽ 2 ലക്ഷം ആളുകളോളം സംഘടനയിൽ ഉണ്ട്. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി VG ശശി, താലൂക്ക് സെക്രട്ടറി തങ്കപ്പൻ നായർ, മഹിളാ വിംഗ് സെക്രട്ടറി ഗീത ശശി, വൈസ് പ്രസിഡന്റ് ഓമന വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.